ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആണ്ടുവട്ടത്തിലെ 24-ാം ഞായർ. ശിഷ്യത്വത്തെക്കുറിച്ചുള്ള പ്രബോധനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബോധനം നമുക്ക് ഇന്ന് നൽകപ്പെടുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം ശിഷ്യത്വത്തിൻ്റെ സുവിശേഷമാണ്. അതിൻ്റെ ഒരു രൂപത്തിൽ കേന്ദ്ര ഭാഗമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നാം സുവിശേഷമായി വായിച്ചു കേൾക്കുക. മർക്കോസിൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ, ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ സുവിശേഷത്തിലൂടെ മർക്കോസ് സുവിശേഷകൻ വെളിവാക്കുന്നത് ഈശോ ക്രിസ്തുവാണ് എന്നും, യേശു ക്രിസ്തുവാണ് എന്നും, യേശു ദൈവപുത്രനാണ് എന്നുമാണ്. ഇപ്പം നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 1-ാം ഭാഗം പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഈശോ ക്രിസ്തുവാണ് എന്ന് പത്രോസ് വിളംബരം ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ 15-ാമത്തെ അധ്യായത്തിൽ ഈശോയുടെ ജീവിതം പൂർത്തിയാകുമ്പോൾ ഈശോ എങ്ങനെ മരിച്ചു എന്ന് കണ്ട് ശതാധിപൻ വിളിച്ചു പറയുക, ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു. ഇപ്പം ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭമെന്ന് പറഞ്ഞ് തുടങ്ങിയ ആ സുവിശേഷത്തിൻ്റെ മധ്യത്തിലെത്തുമ്പോൾ ഈശോ തൻ്റെ അത്ഭുതങ്ങളിലൂടെയെല്ലാം താൻ ക്രിസ്തുവാണ് എന്ന് വെളിവാക്കി. അപ്പോൾ തുടങ്ങി ഈശോ തൻ്റെ സഹനങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങുകയാണ്. സഹനങ്ങളെക്കുറിച്ചുള്ള 3 പ്രവചനങ്ങൾ 8, 9, 10 അധ്യായങ്ങൾ നമ്മൾ കാണും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈശോയുടെ പീഡാനുഭവ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ഈശോ എങ്ങനെ മരിച്ചു എന്ന് കാണുമ്പോൾ ശതാധിപൻ പറയുന്നു, ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു എന്ന്. ആ രീതിയിൽ ഈശോ ആരാണ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് മർക്കോസ് തൻ്റെ സുവിശേഷം രചിക്കുക. അവൻ ക്രിസ്തുവാണ്, അവൻ ദൈവപുത്രനാണ്. അവൻ്റെ അത്ഭുതങ്ങളിലൂടെ അവൻ ക്രിസ്തുവാണ് എന്ന് വെളിവാക്കിയെങ്കിൽ അവൻ്റെ സഹനത്തിലൂടെയും മരണത്തിലൂടെയും അവൻ ദൈവപുത്രനാണ് എന്ന് വെളിവാക്കപ്പെടുക. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ പ്രധാന പാഠങ്ങൾ ഇന്നത്തെ സുവിശേഷം വെളിവാക്കുന്നുണ്ട്. അതിൽ നമ്മൾ കാണുന്ന 1-ാമത്തെ കാര്യം എന്താണെന്നറിയാവോ? ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് പത്രോസിനെ പോലെ നീ ക്രിസ്തുവാണ് എന്ന് നമുക്ക് ഏറ്റുപറയാൻ സാധിക്കുമ്പോൾ ശിഷ്യത്വത്തിൻ്റെ ആദ്യ പാഠമായി ഈശോയുമായിട്ടൊരു വ്യക്തിബന്ധം, ഈശോയെ അറിയുന്ന ഒരനുഭവം, ഈശോയെ ഏറ്റവും വ്യക്തിപരമായി അറിയുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുന്നതാണ് ശിഷ്യത്വത്തിൻ്റെ ആദ്യ പാഠം. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അത് കഴിയുമ്പോഴോ നമ്മൾ ഈശോയോടൊത്ത് സഹനത്തിൽ പങ്കുചേരുന്നതാണ് 2-ാമത്തെ പാഠം. ഈശോ തൻ്റെ സഹനത്തെയും മരണത്തെയും കുറിച്ച് ഓർമ്മപ്പെടുത്തുക. ഈശോ തൻ്റെ സഹനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ കർത്തൃദാസൻ്റെ പാട്ടുകളാണ്. നമുക്കറിയാം, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ 3 പ്രധാന ഭാഗങ്ങൾ കാണുന്നുണ്ട്. അതിൽ 1-ാം ഭാഗമെന്ന് പറയുന്നത് 1-ാം യെശയ്യാ 1 മുതൽ 39 വരെയുള്ള അധ്യായങ്ങൾ, 40 മുതൽ 55 വരെയുള്ളത് 2-ാം യെശയ്യാ, 56 തുടങ്ങി 66 വരെയുള്ളത് 3-ാം യെശയ്യാ. 1-ാം യെശയ്യാ എന്ന് പറയുമ്പോൾ ബാബിലോൺ പ്രവാസത്തിന് മുമ്പുള്ള പ്രവാചകൻ, 2-ാം യെശയ്യാ ബാബിലോൺ പ്രവാസകാലത്തെ പ്രവാചകൻ, 3-ാം യെശയ്യാ ബാബിലോൺ പ്രവാസം കഴിഞ്ഞ് ഉള്ള ആ പ്രവാചകൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത് ഈ 2-ാം യെശയ്യായിൽ നിന്നാണ്. ആ യെശയ്യായുടെ ആ പുസ്തകം ആശ്വാസത്തിൻ്റെ പുസ്തകം എന്നാണ് വിളിക്കപ്പെടുക. അതിൽ പ്രധാനമായും നമ്മൾ കാണുന്നത് 4 പാട്ടുകളാണ്. കർത്തൃദാസൻ്റെ പാട്ടുകൾ എന്ന് പറയും. കർത്തൃദാസൻ്റെ പാട്ടുകൾ, അതായത് തൻ്റെ സഹനത്തിലൂടെ, താൻ സഹിക്കുന്ന വേദനകളിലൂടെയെല്ലാം മനുഷ്യരുടെ വേദനകളെ തീർക്കുന്ന, മനുഷ്യരുടെ രക്ഷകനായി മാറുന്ന കർത്താവിൻ്റെ ദാസൻ. ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായും നിറവേറ്റിക്കൊണ്ട്, ദൈവത്തിന് തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട്, അവിടത്തേക്ക് വേണ്ടി ജീവൻ പോലും അർപ്പിച്ചുകൊണ്ട് മനുഷ്യവർഗത്തിന് രക്ഷയേകാൻ, ജീവനേകാൻ വേണ്ടി തന്നെ ബലി കഴിക്കുന്ന കർത്തൃദാസൻ്റെ പാട്ടുകളാണ്. അത് യെശയ്യാ പ്രവചന പുസ്തകം 42-ാമത്തെ അധ്യായത്തിലും, അത് കഴിഞ്ഞിട്ട് 49-ാമത്തെ അധ്യായത്തിലും 50-ാം അധ്യായത്തിലും, അതേപോലെ 52, 53 അധ്യായങ്ങളിലും നമ്മൾ അത് വായിക്കുന്നുണ്ട്.
അതിൽ പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ കർത്തൃദാസിൻ്റെ പാട്ടുകളാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയായി നമ്മൾ വായിച്ചു കേട്ടത്. ഈ 4 പാട്ടുകൾ നമ്മൾ കേൾക്കുന്നത്, ഒന്നാം വായനയായി വായിച്ചു കേൾക്കുന്നത് നമ്മൾ വിശുദ്ധ വാരത്തിലാണ്. വിശുദ്ധ വാരത്തിലെ തിങ്കളാഴ്ച കർത്തൃദാസിൻ്റെ ഒന്നാമത്തെ പാട്ട്, ചൊവ്വാഴ്ച കർത്തൃദാസിൻ്റെ രണ്ടാമത്തെ പാട്ട്, ബുധനാഴ്ച കർത്തൃദാസിൻ്റെ മൂന്നാമത്തെ പാട്ട്, എന്നിട്ട് ദുഃഖവെള്ളിയാഴ്ച കർത്തൃദാസിൻ്റെ 4ാമത്തെ പാട്ട്. നമ്മൾ ഇന്ന് വായിച്ചു കേട്ട ഒന്നാമത്തെ വായന, അതായത് കർത്താവിൻ്റെ ചെവികളെ തുറന്നു എന്ന് പറഞ്ഞ് ആരംഭിക്കുക. കർത്താവിൽ പൂർണ്ണമായി പ്രത്യാശ അർപ്പിക്കുക. ജീവിതത്തിൽ ഒത്തിരി വിഷമതയും വേദനയും വരുമ്പോൾ, മറ്റുള്ളവരാൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ അതിന് മുമ്പിലൊന്നും പതറിപ്പോകാതെ ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്നെ രക്ഷിക്കുന്ന കർത്താവ് എൻ്റെ കൂടെയുണ്ട്, ഞാൻ ഒരിക്കലും കുലുങ്ങുകയില്ല എന്ന ബോധത്തോടെ മുന്നേറുന്ന കർത്തൃദാസൻ. പഴയ നിയമത്തിൽ ഈശോയെക്കുറിച്ചുള്ള പല പ്രവചനങ്ങളുമുണ്ട്. ആ പ്രവചനങ്ങളിൽ കർത്താവ് തൻ്റെ തന്നെ ഏറ്റവും വലിയ പ്രവചനമായി കണ്ടത് ഈ കർത്തൃദാസിൻ്റെ പാട്ടുകളെയാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് കർത്താവ് തൻ്റെ ജീവിതത്തെ കണ്ടത്, തൻ്റെ ജീവിത ലക്ഷ്യത്തെ കണ്ടത്, താൻ രക്ഷ എങ്ങനെ നേടിക്കൊടുക്കും എന്നത് കണ്ടത്. മറ്റുള്ളവരെ എല്ലാം തോൽപ്പിച്ചുകൊണ്ടല്ല, റോമക്കാരെയെല്ലാം കീഴടക്കിക്കൊണ്ടല്ല, പിന്നെയോ തൻ്റെ സഹനത്തിലൂടെയും മരണത്തിലൂടെയും അങ്ങനെ നിത്യമായ ബലി അർപ്പിച്ചുകൊണ്ട് മനുഷ്യർക്ക് ജീവനേകുന്ന കർത്താവിനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ കർത്തൃദാസിൻ്റെ പാട്ടുകൾ കാണുക. ഈശോയുടെ തന്നെ ജീവിത ലക്ഷ്യം രൂപത്തിൽ വെളിപ്പെടുത്തുന്നത് ഈ കർത്തൃദാസിൻ്റെ പാട്ടുകളാണ്. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും സഹനം വന്നാലും ഞാൻ അതിനെല്ലാം അതിജീവിച്ച് മുന്നേറും. അതിലൂടെ ഞാൻ മനുഷ്യർക്കെല്ലാം എല്ലാ സഹനങ്ങളെയും അതിജീവിക്കുവാനുള്ള ശക്തി നേടിക്കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ യാക്കോബ് അപ്പോസ്തലന്റെ വാക്കുകൾ കേൾക്കുക. അവിടെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ വാക്കുകളിൽ പോരാ, അത് പ്രവൃത്തിയിലൂടെ പ്രകടമാക്കുന്ന വിശ്വാസം വേണം എന്ന് പറയാണ്. ആ പ്രവൃത്തിയിലൂടെ, അപ്പോൾ നമ്മൾ ഒരു വിധത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ സഹനങ്ങളുടെ ഇടയിൽ ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നേരെ മറിച്ചത് പ്രവൃത്തിയായി മാറുമ്പോഴോ മറ്റുള്ളവരുടെ സഹനങ്ങളെ അതിജീവിക്കുവാൻ അവരെ ശക്തരാക്കുക, അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുക എന്നതാണ്. അതാണ് പ്രവൃത്തിയിലൂടെയുള്ള വിശ്വാസം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ വിഷമത പരിഹരിക്കാൻ വേണ്ടി നിൻ്റെ സമയവും നിൻ്റെ കഴിവുകളും നിൻ്റെ ശ്രദ്ധയും എല്ലാം നിൻ്റെ ശക്തിയും എല്ലാം ചെലവഴിക്കുക. അങ്ങനെ ചെലവഴിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈശോയുടെ ശിഷ്യരായി മാറുക. അപ്പോൾ ഈ ശിഷ്യത്വത്തിൻ്റെ ഒന്നാമത്തെ പാഠം നമ്മൾ പറഞ്ഞു, ഈശോയുമായിട്ടുള്ളൊരു വ്യക്തി ബന്ധമാണ്. ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് മറ്റുള്ളവർ പറയുന്നത്? അതെല്ലാം ഈ ശിഷ്യന്മാർ കേട്ടു. അവർ പറഞ്ഞു, പല കാര്യങ്ങൾ പറഞ്ഞു. നീ ഒരു പ്രവാചകനാണ്, നമുക്ക് വേണേൽ പറയാം നീ മഹാബലിയാണ്. കാരണം കർത്താവാണല്ലോ യഥാർത്ഥ മഹാബലി അർപ്പിച്ചത്. നമ്മൾ ഇന്ന് ഓണം കൊണ്ടാടുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ മഹാബലിയിൽ പോലും ഈശോയുടെ രൂപത്തിൽ ഒരു പ്രതിബിംബം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഒരു വിധത്തിൽ എല്ലാ മതങ്ങളിലും പോലും ഈ പ്രപഞ്ചത്തിൽ പോലും ഈശോ വെളിപ്പെടുത്തപ്പെടുന്നുണ്ട്. അപ്പോൾ ആ പുരാണങ്ങൾ, നമ്മൾ ഹൈന്ദവ പുരാണങ്ങളായാൽ പോലും അതിൽ പോലും വെളിപ്പെടുന്ന ഈ മഹാത്മാവ് പ്രിയപ്പെട്ടവർ, മഹാബലി ഒരു വിധത്തിൽ ഈശോയുടെ പ്രതീകം കൂടെയാണ്. മഹാബലി സ്ഥാപിക്കുന്ന രാജ്യത്ത് കളവില്ല, ചതിവില്ല, പരസ്പരം സഹായിക്കുന്ന, എല്ലായിടത്തും സമത്വം പുലരുന്ന ഒരു ആ ലോകം അത് ഈശോയുടെ ദൈവരാജ്യ സങ്കല്പത്തെ വെളിവാക്കുന്നില്ല. ഈശോ പ്രഘോഷിച്ച ആ ദൈവരാജ്യം, ദൈവം പിതാവായി മനുഷ്യരെല്ലാം സഹോദരങ്ങളായി വാഴുന്ന, പരസ്പരം സ്നേഹിക്കുന്ന, കരുതുന്ന, നീതിയും സമാധാനവും പുലരുന്ന, സന്തോഷവും ശാന്തിയും എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരവസ്ഥ ഇന്ന് ഓണം കൊണ്ടാടുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ആ മഹാബലിയെക്കുറിച്ച് നമുക്ക് ഓർക്കാം. കാൽവരി കുരിശിൽ കർത്താവ് തന്നെ മഹാബലിയാക്കിക്കൊണ്ട് നമുക്കെല്ലാം അവിടുന്ന് രക്ഷ പകരുകയാണ്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ കർത്താവ് അർപ്പിച്ചു. അപ്പോൾ ഈശോ പറയും, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എൻ്റെ ശിഷ്യരാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ അനുഗമിക്കണം. എങ്ങനെയാ? നിങ്ങളുടെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണമെന്ന് പറയാണ്. ഈശോ കുരിശെടുത്തവനാ, നമുക്ക് വേണ്ടി കുരിശെടുത്തവനാ, നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചവനാ. ആ ഈശോയെപ്പോലെ നമുക്കും നമ്മളെ തന്നെ അർപ്പിക്കാൻ സാധിക്കണം. നമ്മൾ സത്യത്തിൽ കുരിശ് എടുത്ത് മുന്നേറേണ്ടവരാ, കുരിശിനാൽ എടുക്കപ്പെടേണ്ടവരല്ല. നമ്മുടെ ജീവിതത്തിലെ കുരിശുകളെന്ന് പറയുമ്പോൾ നമ്മുടെ സഹനങ്ങളും പീഡകളും എന്നൊക്കെ പറയാം, പരാജയങ്ങളും എന്നൊക്കെ പറയാം.
അതിനു മുമ്പിൽ നമ്മൾ പതറിപ്പോകേണ്ടവരല്ല, അവയാൽ എടുക്കപ്പെടേണ്ടവരല്ല നമ്മൾ. പിന്നെയോ ആ കുരിശും എടുത്ത് അതിൻ്റെ മുമ്പിൽ ധീരതയോടെ ധൈര്യത്തോടെ ജേതാവായി നിൽക്കേണ്ടവരാണ് നമ്മൾ. ഈശോയെപ്പോലെ മരണത്തെപ്പോലും നേരിട്ട് പ്രിയപ്പെട്ടവരെ ഉത്ഥാനത്തിൻ്റെ അനുഭവത്തിലേക്ക്, മഹത്വത്തിൻ്റെ ആ അനുഭവത്തിലേക്ക് കടന്നു വരേണ്ടവരാണ് നാം ഓരോരുത്തരും. എന്നിട്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന് കർത്താവ് പറയാം. അപ്പോൾ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ പരിത്യജിക്കണം. നമ്മുടെ ഇഷ്ടങ്ങളെയും നമ്മുടെ സ്വാർത്ഥതയെയും നമ്മുടെ അഹങ്കാരത്തെയും എല്ലാം നമുക്ക് വിട്ടുകളയാൻ പറ്റണം. ഞാനല്ല ഏറ്റവും പ്രധാനമെന്ന് ബോധപ്പെടണം. എന്നെക്കാളും പ്രധാനം, ഏറ്റവും പ്രധാനം ദൈവം, അത് കഴിഞ്ഞാൽ മറ്റുള്ളവർ, അത് കഴിഞ്ഞ് ഞാൻ എന്ന ഒരു പ്രയോറിറ്റി നമ്മുടെ ജീവിതത്തിൽ വരുത്തണം നമുക്ക്. അപ്പോൾ അവിടെ നമ്മളെ തന്നെ പരിത്യജിക്കുക. ഈ സ്നാപയോഹന്നാൻ പറയുന്ന കാര്യമുണ്ടല്ലോ, അവൻ വളരണം, ഞാനോ ചെറുതാകണം. അതാണ് തന്നെ പരിത്യജിക്കുക എന്ന് പറയുമ്പോൾ. മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ സമയവും തൻ്റെ സൗകര്യങ്ങളും തൻ്റെ കഴിവുകളും എല്ലാം സ്വത്തും എല്ലാം ചെലവഴിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈശോയുടെ യഥാർത്ഥ ശിഷ്യരായി മാറുക. തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് ഈശോ പറയുക, എൻ്റെ പിന്നാലെ വരട്ടെ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പിന്നാലെ നമുക്ക് പോകാം. അപ്പോൾ ശിഷ്യത്വത്തിൻ്റെ 3 മാനങ്ങളുണ്ട്. ഒന്ന് ബന്ധത്തിൻ്റെ ഒരു മാനം. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മളോട് പറയുക. ഞാൻ ആരാണ് എന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന കർത്താവിൻ്റെ ചോദ്യത്തിന്, കർത്താവേ നീ ക്രിസ്തുവാണ്, നീ എൻ്റെ ദൈവമാണ്, നീ എൻ്റെ പ്രതീക്ഷയാണ്, എൻ്റെ സാക്ഷാത്കാരമാണ്. ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ കർത്താവിനെ ഏറ്റുപറഞ്ഞ് കർത്താവുമായിട്ട് വ്യക്തി ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ ക്രിസ്തുവിൻ്റെ ശിഷ്യരായി മാറുന്നു. രണ്ടാമത്തേത് പ്രിയപ്പെട്ടവരെ, ശിഷ്യത്വം പ്രവൃത്തിയിലൂടെ വെളിപ്പെടണം. ആ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുന്നതിനെക്കുറിച്ച് രണ്ടാമത്തെ വായന നമ്മളോട് പറയും. നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർക്ക് രക്ഷ പകരുന്നവരായി നമ്മൾ ജീവിക്കണം. വിശ്വാസത്തിലൂടെ കർത്താവേകുന്ന രക്ഷ നമ്മൾ അനുഭവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് രക്ഷ പകരുന്നത് പ്രിയപ്പെട്ടവരെ പകരുന്നതിലേക്ക് അത് നയിക്കപ്പെടണം. വിശ്വാസം അപ്പോഴാണ് പ്രവൃത്തിയായി മാറുക. അതേപോലെ ശിഷ്യത്വത്തിൻ്റെ 3ാമത്തെ മാനം സഹനം എന്നുള്ളതാണ്. ഈശോയ്ക്ക് വേണ്ടി സഹിക്കുക, ഈശോയോട് ചേർന്ന് സഹിക്കുക. നമ്മുടെ ജീവിതത്തെ മുഴുവനും കർത്താവിൻ്റെ സഹനങ്ങളിലേക്ക് അർപ്പിച്ചുകൊണ്ട് സഹനത്തെ അതിജീവിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാവുക. പ്രിയപ്പെട്ടവരെ, സഹനങ്ങൾ വരുമ്പോൾ ആ സഹനത്തിലാണ് നമ്മുടെ ശ്രദ്ധ എങ്കിൽ അവ നമ്മളെ അടിമപ്പെടുത്തും. നേരെ മറിച്ച് എന്തെല്ലാം സഹനം വന്നാലും മരണം വന്നാൽ പോലും അതിൻ്റെ മുമ്പിൽ നമുക്ക് കർത്താവിൽ ശ്രദ്ധിക്കുവാൻ, ദൈവത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തുവാൻ സാധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അവിടെയാണ് നമ്മൾ ഈശോയുടെ യഥാർത്ഥ ശിഷ്യരായി മാറുക. അവിടെയാണ് നമ്മുടെ സഹനത്തെയും അതിജീവിച്ച് മുന്നേറുവാൻ നമുക്കൊക്കെ സാധിക്കുക. നമ്മൾ ഇന്നലെ വിശുദ്ധ കുരിശിൻ്റെ മഹത്വീകരണ തിരുനാൾ കൊണ്ടാടി. ആ കുരിശും നമ്മളെ ഓർമ്മപ്പെടുത്തുക ഈശോയുടെ കുരിശിനെ, ഈശോയുടെ സഹനത്തെ. ഈശോ സഹിച്ചുകൊണ്ട് മഹത്വത്തിലേക്ക് പ്രവേശിച്ചില്ലേ, അതേപോലെ ഈശോയോടൊത്ത് സഹിച്ച് മഹത്വത്തിലേക്ക് നമുക്ക് മുന്നേറാം. ആ രീതിയിൽ കർത്താവിൻ്റെ മഹത്വത്തിൽ പങ്കുചേരുന്നവരാണ്, കർത്താവേകുന്ന മഹത്വം അനുഭവിക്കുന്നവരാണ്. കർത്താവുമായി വ്യക്തി ബന്ധം സ്ഥാപിച്ച്, കർത്താവിനോട് ചേർന്ന് പ്രവർത്തിച്ച്, കർത്താവിനോട് ചേർന്ന് സഹിച്ച് നമ്മൾ മഹത്വത്തിലേക്ക് മുന്നേറുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈശോയുടെ യഥാർത്ഥ ശിഷ്യരായി നാം മാറും. അങ്ങനെ കർത്താവിൻ്റെ ശിഷ്യരായി ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കട്ടെ. ഓണത്തിൻ്റെ മംഗളങ്ങൾ ഏവർക്കും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. കുരിശിലൂടെ രക്ഷ പകർന്ന ആ കർത്താവിൻ്റെ ആ കുരിശിലെ മഹത്വം, അതേപോലെ നമ്മൾ ഞായറാഴ്ച അല്ലായിരുന്നെങ്കിൽ ഇന്ന് ആഘോഷിക്കുന്നത് മാതാവിൻ്റെ സഹനത്തിൻ്റെ വ്യാകുല മാതാവിൻ്റെ തിരുനാൾ കൂടെയാണ്. നമ്മുടെ സഹനത്തിൽ പങ്കുചേരുന്ന ഈശോയെയും മാതാവിനെയും അനുഭവിച്ച് അവരോട് ചേർന്ന് നമുക്ക് മഹത്വത്തിൽ മുന്നേറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.